ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം കുണ്ടറയിലാണ്. കൊല്ലം വന്ന് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ടൈം എനിക്കില്ല. പക്ഷേ ഇവിടെ കൊല്ലത്ത് കുണ്ടറ ഭാഗത്തുള്ള ചില വേറിട്ട ചില സംഭവങ്ങളൊക്കെ ഒന്ന് വീഡിയോ ചെയ്തിട്ടാണ്. ഞാൻ ഇവിടെ കൊല്ലത്ത് വരുമ്പോൾ ഈ കുണ്ടറയിൽ കേരളപുരം എന്നുള്ളൊരു സ്ഥലമുണ്ട്, കുണ്ടറ കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഈ എഴുത്താണിക്കട എന്നൊരു കട ഉണ്ട്. ആ കടയിൽ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ പോയതാണ് ഇന്നലെ രാത്രി. പക്ഷേ അതിൻ്റെ ഓണർ സമ്മതിച്ചില്ല വെച്ചാൽ അദ്ദേഹം വളരെ ദയനീയമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അവരുടെ വീഡിയോ ചെയ്യുന്നതിൻ്റെ അടിയിലെല്ലാം ഒരുപാട് ആൾക്കാർ ബാഡ് കമൻറ്റ് ചെയ്യാണ്, അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എടുക്കരുത് തന്നെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ. അങ്ങനെ നിങ്ങളാരും അങ്ങനെ ബാഡ് കമൻറ്റ് ചെയ്യല്ലേ എന്ന് കൊണ്ടുപോകും. കാരണം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു 1947 ഉള്ള ഒരു ഇതാണ്. വളരെ ട്രഡീഷണലായിട്ട് ഫുഡ് കൊടുക്കുന്ന വളരെ പഴക്കം ചെന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതെനിക്കൊരു വിഷമമുണ്ട് അത് വ്ളോഗ് ചെയ്യാൻ പറ്റാത്തതിൽ. എന്തായാലും ഇവിടെ എനിക്കൊരു സുഹൃത്തുണ്ട്, വിവേക്. ആ സുഹൃത്ത് അവനെ വെയിറ്റ് ചെയ്യാണ്. ആ സുഹൃത്ത് വന്നാൽ ജസ്റ്റ് അവൻ്റെ വീട്ടിൽ പോകണം, കൊല്ലത്തുകാരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ 1-2 സ്ഥലങ്ങളൊക്കെ പോയിട്ട് തിരിക്കും, നാട്ടിലേക്ക് തിരിക്കും. ഓക്കെ, വിവേക് നമ്മുടെ സുഹൃത്ത് വിവേക്. ഓക്കെ, കയറാം. ഈ ഹെൽമെറ്റൊന്നുമില്ല വായാൾക്ക്. അത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റും തോന്നുന്നുണ്ടല്ലോ. കൊല്ലം കണ്ടവനില്ലം വേണ്ട, പഴമൊഴി കെട്ടു വളർന്നവരല്ലേ. കൊല്ലം നാടിനൊരു പരിഹാസ്യ വാർത്തകളായി പപ്പടം, ലേസി, ഐസ്ക്രീം, ചിക്കൻ കാൽ, കല്യാണ വീട്ടിലെ അടിപ്പിടി. കൊല്ലം അറിയണം നിങ്ങൾ, കൊല്ലം ജനം ആരെന്ന്. കേരളം വെറുങ്ങലിച്ചു നിന്ന ഒരു കാലം ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ കൊല്ലത്തുള്ളവരെങ്ങു പറഞ്ഞു തരാം. നല്ലൊരു ഏരിയ ഉണ്ടാ. കൂടവും കണ്ണും മിറിച്ചു നിന്നു. സ്നേഹം കരുണയും ജനം സൈനികരായി, വഞ്ചികൾ അവരുടെ ഡാങ്കറുകളായി, കടലിൽ പോരാടിച്ച ജീവൻ പണയം വെച്ച് നാടിൻ. സുഹൃത്ത് വിവേകിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കൊല്ലം കുണ്ടറ നാന്തിരിക്കലാണ് ഒരു വീട്. വിവേക് ബൈക്ക് എടുക്കുമ്പോൾ ഹെൽമെറ്റ് ഇടാണ്ട് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ച് ഇതെന്താണ് ഹെൽമെറ്റ് ഇടാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയണേ, ഇവിടെ അങ്ങനെ പെറ്റി കേസ് അടിക്കാൻ പോലും നേരില്ല. ഏറ്റവും കൂടുതൽ ഇവിടെ ക്രിമിനൽ കേസാണ് ഈ കുണ്ടറ സ്റ്റേഷനിൽ. അപ്പോൾ അവർക്ക് ചില്ലറ പെറ്റി കേസിന് നേരല്ല. ഞാൻ പറയാം, വീട്ടിലെത്തിയിട്ടുണ്ട്. നാന്തിരിക്കയിൽ നിന്ന് ഒരു പള്ളി റോഡുണ്ട് ഇവിടെ. അവിടെ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അഷ്ടമുടിക്കായലാണ്. പക്ഷേ ഈ ഒരു സ്പോട്ടിന് കൈതോക്കുടി കടവ് എന്നാണ് പറയുക, അല്ലേ? കൈതാക്കൊടി കടവ് എന്നാണ് പറയുക. നല്ലൊരു അടിപൊളി ഒരു ആൽമരം ഉണ്ട് എൻ്റെ പുറകിൽ. നല്ല തണുത്ത കാറ്റും, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു ടീ ഷോപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വൈകിട്ടൊക്കെ ആൾക്കാരുണ്ടാവും. ഈ കായലിൽ കേരളത്തിൽ ഏറ്റവും നല്ല കരിമീൻ കിട്ടുന്ന സ്ഥലം, അല്ലേ? കാഞ്ഞിരോട് കരിമീനാണ് കേരളത്തിൽ ഏറ്റവും നല്ല കരിമീൻ എന്നുണ്ട്. ഏതൊരു ഷെഫ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈ കായലാണ്. കൈതാക്കോടിക്കടവിൽ കാത്തു വന്നു തൊട്ടു നാന്തിരിക്കൽ. ഇവിടെ ഈ നാട്ടുകാർ വെറുതെയെങ്കിലും ഒരു സായന സന്ധ്യയിലൊക്കെ വന്നിരുന്ന് സൊറ പറയുന്ന, അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു സമയം കളയുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് സുഹൃത്തുക്കളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഒക്കെ മാറി കുറേ ആൾക്കാരൊക്കെ വിസിറ്റേഴ്സൊക്കെ വരൽ തുടങ്ങി. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലേ അതിനുള്ള ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഈ കായൽ എടുക്കാൻ തന്നെ കാരണം ഇങ്ങനൊരു സംഭവമുണ്ട്. കേരളത്തിലെ ഏറ്റവും നല്ല കരിമീൻ കിട്ടുന്നൊരു കായലാണ്. 2020 ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലം അങ്ങനെ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൈതോക്കൊടി നാന്തിരിക്കൽ ചർച്ച് റോഡ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഈ റോഡ് വരുന്നുണ്ടല്ലോ, ഈ റോഡ് വരുന്നതിന് മുന്നേ ഇതായിരുന്നു ഇവർ വഴികൾ. ഇതുവഴിയാണ് ഇവർ പോയിരുന്നു സഞ്ചരിച്ചിരുന്നതൊക്കെ. ഒരു നിഗൂഢത നിറഞ്ഞൊരു സ്ഥലം പോലെ. ഇതിൻ്റെ പുറകിലൊരു ഫാക്ടറി ഉണ്ടായിരുന്നു, ഒരു കെമിക്കൽ ഫാക്ടറി, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ അതില്ലാന്ന് പറഞ്ഞ് അവിടെയൊക്കെ കാട് പിടിച്ചു. ഒരു വൈകിട്ടാണെങ്കിൽ ഇവിടെ ആൾക്കാരുണ്ടാവും, നല്ല ഫീലുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട്
കായലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. നമ്മളിപ്പോൾ അവിടെ കണ്ടില്ല കൈതക്കോട് ആ കായൽ, അവിടെ കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ ഇവിടെ ഒരു സ്പോട്ടുണ്ട്. എന്തെന്ന് സംഭവിച്ചാൽ ഇവിടുത്തെ ഒരു ഇങ്ങോട്ട് കടത്താണ്. അപ്പോൾ അവിടെയൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ പോകാൻ കടത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ എന്നല്ല ഇത് ഉണ്ടാക്കിയെന്നല്ല, അത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ വെള്ളം കിടക്കുന്നുണ്ട്. ഞാനവരോട് ചോദിച്ചു ജസ്റ്റ് കായലൊന്ന് വെള്ളത്തിലൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ട് വിവേക്, നമ്മൾ ഈ അഷ്ടമുടി കായലുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഇവിടെ വെള്ളമുണ്ട്. ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് വെള്ളത്തിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ വിവേകിൻ്റെ അപ്പനാണ് രാജേട്ടൻ. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളെ സാരഥി. നമ്മളെ വെള്ളം തുളഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ കായലിൽ പോയിട്ട് വലക്കെട്ട് ഞണ്ടൊക്കെ പിടിച്ച് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. രാത്രിയൊക്കെ പോയിട്ട് വൈകിട്ട് പോയിട്ട് പുലർച്ചെ അവർ തിരിച്ചു വരും അല്ലേ, അത്ര. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ കൂടെ പോയിരുന്നു. ഇതാണ് നമ്മുടെ വെള്ളം. പോവാ വിവേക് തുഴയോ? തുഴക്കാരനാണോ? അപ്പോൾ വെള്ളത്തിൽ കയറിയിട്ട് ഈ അഷ്ടമുടി കായലിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാനാണ് ഇതാ നമ്മളെ ആൾക്കാർ വെള്ളം തുഴയുന്ന. ചേട്ടൻ്റെ പേരെന്താ? മനോജ് ചേട്ടനുണ്ട്, പിന്നെ വിവേകിൻ്റെ അപ്പൻ രാജേട്ടനുണ്ട്. അപ്പോൾ അതാ നമ്മൾ വെള്ളത്തിൽ കയറുകയാണ്. ഷൂ ഒക്കെ മാറ്റിയിട്ടു. ഇവിടെ കേട്ടെ എവിടെ കേട്ടെ വള്ളത്തിൽ കയറിയപ്പോ ആടി വലഞ്ഞു കൊണ്ടുപോട്ടോ. അപ്പൊ നമ്മളെ വെള്ളം എടുത്തു കൊടുത്ത് കൈതാക്കോടിക്കടവിൽ കാത്തു വന്നു തൊട്ടു, നാന്തിരിക്കൽ കായലിൽ നേരം മെല്ലെ നിന്നു. അഷ്ടമൂടി പുഞ്ചിരിക്കും മോളങ്ങൾക്കിടയിൽ എന്റെ മാനം തുഴയുന്നു തോണിപ്പോലെ. കൈതപ്പൂ മണമുള്ള കാറ്റിൻ ചിറകിൽ കണ്ണെത്താ ദൂരം നീലക്കായിൽ കരയോട് കഥ പറയും തിരയോട് ചേർന്ന്. ഇവിടെയാണ് നമ്മൾ നേരത്തെ വന്ന ആലുണ്ടല്ലോ, അതാ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇറങ്ങണ്ട രണ്ട് സൈഡാക്കുന്നുണ്ടോ? ഇങ്ങനെ സൈഡാക്കണ്ട. നമ്മുടെ ഫസ്റ്റ് വന്നില്ലേ ആദ്യം വീഡിയോ എടുത്ത് കണ്ടില്ലേ, വണ്ടിയിലൊക്കെ ആൾക്കാർ വന്നു, ഒരുപാട് ആൾക്കാർ. ഉച്ച സമയമാണ്, പക്ഷെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ. അതുകൊണ്ട് ഇവിടെ ഷോപ്പൊക്കെ വന്നിട്ടുള്ളത്. നമ്മളിവിടെ വള്ളത്തിൽ ഇരുന്നിട്ട് ആ സ്റ്റാളിൽ നിന്ന് ഇതെന്താടാ പിസ്ത, നിങ്ങളുടെ പേരെന്താ? ബിജോയുടെ നിങ്ങളുടെ ഷോപ്പാ? ബിജോയുടെ ഷോപ്പിൽ നിന്ന് നമ്മൾ പിസ്ത നമ്മളെ സ്റ്റാളിലെ ബിജോയ് ഉണ്ടല്ലോ, ഗ്ലാസ് മേടിച്ചില്ല. അപ്പം അതൊരു വൈബ്. വള്ളത്തിലിരുന്നിട്ട് ഒരുപാട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം എന്നാ പറഞ്ഞത്, ആ ടെക്നോ പാർക്കിന്റെ ആ ഒരു ഭാഗം. അടിപൊളിയല്ലേ? അടിപൊളി. നമ്മള് രാജേട്ടന് ഈ വള്ളത്തിലാണ് വലയിടാൻ പോകുന്നുള്ളൂ. രാത്രി വൈകിട്ട് പോയിട്ട് പിന്നെ രാവിലെ വരുള്ളൂ. ഫുള്ള് കിടത്തും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിലെങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് ഞാൻ ആലോചിക്കണേ. അതെ, അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. രാത്രി കിടന്ന് ഉറങ്ങുന്നല്ലോ, കിടന്നുറങ്ങും. ഇവിടെ ഇതുപോലെ കിടന്നുറങ്ങും. നമ്മളെ റോഡൊക്കെ കറങ്ങി പിടിച്ച്
ഇവിടെ വന്നിട്ട് ലാൻഡ് ചെയ്തു. ഇവിടെ നിന്നാണ് എന്താ പറയുക ചേട്ടാ നീ അവിടെ കാണിക്കണം. ഇതെല്ലാം മുറിച്ച് മറക്കത്തില്ല. അപ്പം നമ്മൾ ഇറങ്ങി. എൻ്റെ പുത്ത അടിപൊളി. ആ ഏത് വെള്ളം ജലമാണ് ഇത്? എവിടെ നടന്നതാ? ആ ഓക്കെ. നമ്മുടെ രാജേട്ടന് ഇവിടുത്തെ വള്ളങ്ങളിൽ ട്രോഫി കിട്ടിയതാണ്, ഫസ്റ്റ് കിട്ടിയതാണ് അല്ലേ? എത്ര വർഷം ഉണ്ടാവും? ഒരുപാട് വർഷമായി ഉണ്ടാവും അല്ലേ? ഒരുപാട് വർഷം മുമ്പുള്ള ആരൊക്കെയാ? വി എസ് ഉണ്ടോ? വിവേകിൻ്റെ അമ്മച്ചിയാണ് വിജയമ്മ. ഒരുപാട് CPM-ന്റെ മുതിർന്ന നേതാക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത കരങ്ങളാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഇന്ന് അവരുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ് ഞാൻ ഇവിടെ നിന്ന് കഴിക്കണത്. കപ്പ ഉണ്ട്, മീൻകറിയാ? കപ്പുണ്ട്, മീൻകറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെന്താ ചിക്കൻ ഫ്രൈ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണെന്ന് കഴിക്കാൻ പോണേ. കൊല്ലം സ്പെഷ്യൽ. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണോ? കപ്പ മീൻകറി? ഇത് ചിക്കൻ കറിയാ? ഇവിടെ മീൻ ഉണ്ടായിരുന്നല്ലോ. കപ്പയും മീൻകറി അല്ല, കപ്പയും ചിക്കൻ കറിയാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, മീൻ ഫ്രൈ ഉണ്ട്. നമ്മളെ കൊല്ലത്ത് വന്നിട്ട്, പ്രത്യേകിച്ച് കുണ്ടറയിൽ വന്നിട്ട് അണ്ടിയാബീസ് കശുവണ്ടിയുടെ ഫാക്ടറി നമുക്കൊന്ന് കയറി കാണാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ അത് പരിപൂർണ്ണമാവില്ല. ഇപ്പോൾ പാലക്കാട് പോയിട്ട് വയലെടുത്തിട്ടില്ലെങ്കിൽ അവിടുത്തെ നെൽപ്പാടങ്ങൾ എടുക്കാത്ത പാലക്കാടിൻ്റെ ഒരു വ്ളോഗ് പൂർണ്ണമാവില്ല. അതുപോലെയാണ് ഈ കൊല്ലത്ത് വന്നിട്ട് നമ്മൾ കശുവണ്ടി ഫാക്ടറി എടുക്കാതിരുന്നത്. ഇപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന ഇതാണ് ഇവിടുത്തെ കശുവണ്ടി ഫാക്ടറി. അതുണ്ടോ? ഇത് സർക്കാരിൻ്റെതാണ്, കെപെക്സ് എന്നുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചാൽ ഇവിടെ കയറിയിട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളും എല്ലാം എല്ലാം എടുക്കാൻ നമുക്ക് പറ്റാൻ അനുവദനീയമല്ല. അപ്പോൾ അതിൻ്റെ മെയിൻ ഹെഡിലൊക്കെ പോയിട്ട് നമുക്ക് അനുവാദം എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നമ്മൾ ജസ്റ്റ് ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാക്ടറിയുടെ ഉൾഭാഗം ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ അവർക്ക് സ്റ്റാളുണ്ട് ഈ ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് ആ സ്റ്റാളിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഇവിടുത്തെ കൊല്ലത്തെ കശുവണ്ടി വാങ്ങാം. ഇതാണ് അവരെ സ്റ്റാള്. ഇതെങ്ങനെ ഇതിൻ്റെ കശുവണ്ടിയുടെ ഇതെന്താ? ഇത് തൊണ്ടുള്ളതാ? അതല്ല, ഈ തൊണ്ടുള്ള ടൈപ്പ് ഒന്നെടുക്കാം. അത് ഹാഫ് കെ ജി. എതിര് വരുന്നത് ഇതൊന്ന് വാങ്ങാം നമുക്ക്. ഇത് സർക്കാരിൻ്റെതാ? കെപെക്സ് കണ്ടില്ല. ഇത് ഇവിടുത്തെ സർക്കാരിൻ്റെതാണ്. ഇത് തൊണ്ടുള്ളതാണ്. അതായത് ഇത് ക്ലീൻ ആക്കാത്തത് ക്ലീനാണ്, പക്ഷേ ഇതിൻ്റെ തൊണ്ട് കളയാത്ത സംഭവം. അതൊന്ന് മേടിക്കുന്നുണ്ട്. ഇത് നാന്തിരിക്കലെ പള്ളിയാണ് കേട്ടോ. നമ്മൾ കുണ്ടറയിൽ നിന്ന് വന്നിട്ട് നാന്തിരിക്കൽ എന്നുള്ള സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഇതാണ് ഈ പള്ളിയുടെ അൾത്താര എന്ന് പറഞ്ഞ സംഭവം. ഇതവിടെ യേശുവിൻ്റെ ഇതുണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട്, അധികം ആൾക്കാരുള്ള ഒരു ഏരിയ ആണല്ലേ അത്. ഈ കൊല്ലത്താണോ കുണ്ടറയിലാണോ വലിയ പള്ളി എന്ന് പറഞ്ഞത്? ആ, ഈ കൊല്ലത്തുള്ള പള്ളികളിൽ അത്യാവശ്യം വലുപ്പം ഭംഗിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഒരു പള്ളിയാണത്. ആ, കുണ്ടറയിലെ ഏറ്റവും വലിയ പള്ളിയാണ് അല്ലേ ഈ പള്ളി. ഇതിപ്പോൾ ഓരോ പള്ളികളിൽ ഓരോ പൊതു റീത്താമ്മ എന്നിട്ട് ഇതുണ്ട്. ഇവർക്ക് ഓരോ അങ്ങനെ ഈ പുണ്യാളന്മാരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഗീവർഗീസ് പുണ്യാള അങ്ങനെ, അല്ലെങ്കിൽ സെൻറ്റ് ജോസഫ് അങ്ങനെയൊക്കെ. അതുപോലെ ഇത് റീത്താമ്മ. ഇവിടെ ഈ പള്ളിയിൽ പ്രത്യേകത അവർ പറഞ്ഞത്, ഇവിടെ റീത്താമ്മയുടെ തിരുശേഷിപ്പ് ഉണ്ടെന്നാണ്. ഇതാണ് ഒരു റീത്താമ്മ എന്ന് പറഞ്ഞാൽ ഇവരുടെ തിരുശേഷിപ്പ്. അതായത് ഇവരെ വസ്ത്രത്തിൻ്റെ ഒരു പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ കൊല്ലത്ത് വന്ന് കുണ്ടറയിലെ 1-2 പ്രധാനപ്പെട്ട സംഭവങ്ങളും അതിന് വൈഡായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി കൊല്ലത്ത് വരുന്നുണ്ട്. കൊല്ലത്ത് വന്നിട്ട് വിശദമായിട്ട് വേറെയും നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ കൊല്ലം കുണ്ടറ ഭാഗത്തുള്ള ചില വീഡിയോസ് മാത്രം എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് തിരിക്കുകയാണ്. കുണ്ടറ റെയിൽവേ സ്റ്റേഷനുള്ളത്. ഇനി ഇവിടെ കുറേ കാര്യങ്ങൾ വീഡിയോ എടുക്കാനുണ്ട്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് മറ്റൊരു ദിവസം വന്നിട്ട് ഞാൻ ഇവിടെ സാമ്പ്രാണിക്കടവ്, മൺട്രോത്തുരുത്ത് എന്നൊക്കെ പറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ എടുക്കാണ്ട് പിന്നൊരു ദിവസം വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.